ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2234. ഇന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതി, 42-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നലെ പങ്കുവച്ച ഭാരം ഇന്നും വലിയ കനമായി ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടണ്ടേ, ഒന്ന് മറികടക്കണ്ടേ. ആശ്രയിക്കാനായിട്ട് അവസാനത്തെ ഇടം സുവിശേഷം തന്നെയാണ്. അതെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് തന്നെയാണ് ഇന്നത്തെ എന്റെ നിൽപ്പ്. 26-ാമത്തെ വചനം തന്ന ഭാരത്തിൽ നിന്ന് ഞാൻ പതിയെ പുറകോട്ടാണ് പോയത്. അങ്ങനെ 24-ലെത്തുകയാണ്. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെ ചിലരുണ്ടല്ലോ, അവരെ ഓർക്കുമ്പം ഭയങ്കര അതിശയം തോന്നുന്നുണ്ട്, ശരിക്കും ആദരവ് തോന്നുന്നുണ്ട്. അതിശയത്തെക്കാളും ആദരവിനേക്കാളും അപ്പുറത്ത് സത്യസന്ധമായി പറഞ്ഞ ശരിക്കും അസൂയ തോന്നുന്നുണ്ട്, ശരിക്കും കുശുമ്പ് തോന്നുന്നുണ്ട്. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെയൊരു ചെറു കൂട്ടമുണ്ട് എവിടെയോ. അവരിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ പറ്റുമോ? അവരെ പോലെ ഒന്ന് ആയിത്തീരാൻ പറ്റുമോ? ഈ നല്ല പുലരിയിൽ അതും കൂടി ഒന്ന് പ്രാർത്ഥിച്ചെന്നല്ല, അവരെ കണ്ടെത്തുന്ന കർത്താവിനെയാണ് ഞാൻ ആദ്യം കണ്ടെത്തേണ്ടത്. ഇങ്ങനെയൊരു കൂട്ടരുണ്ടെന്നേ, നാട്ടുഭാഷയെ പറഞ്ഞാൽ അസൽ മണ്ടന്മാര്. പക്ഷെ ആ മണ്ടത്തരങ്ങളെയും മണ്ടന്മാരെയും കണ്ടെത്തുന്നൊരു കർത്താവുണ്ട്. എന്റെ ഈ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ. അവർ ഉറപ്പുള്ള പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണെന്ന് പറയാം. വിവേകമുണ്ട്, ഉറപ്പുള്ള പാറ കണ്ടെത്തി അവിടെ ഭവനം പണിതു. കുറെ കൂടി കാര്യങ്ങളൊന്ന് ഭദ്രമാകണ്ടേ? അതിനുവേണ്ടി ഞാൻ കുറെ കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണ്ടേ? തീർച്ചയായും വേണം. എല്ലാവരെയും എല്ലായ്പ്പോഴും ഇങ്ങനെ കബളിപ്പിച്ച് എത്ര കാലം കൂടി മുമ്പോട്ട് പോകാൻ പറ്റും? അവനവനെ തന്നെ കാര്യമായി കബളിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്, തിരുത്തിയെടുത്തേ മതിയാവും. സുറിയാനി സഭ പതിയെ പതിയെ, അധിക ദിവസങ്ങളൊന്നുമില്ല, ഒരു വലിയ പ്രാർത്ഥനാ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഒന്ന് ഉണരാനായിട്ട്, ഒരുങ്ങാനായിട്ട് ഇതിൽ നല്ലൊരു അവസരമില്ല കേട്ടോ. എന്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ കുഞ്ഞു കൂട്ടത്തിനകത്തേക്ക് ഞാനും കൂടി ഒന്ന് ഉൾപ്പെടാനായിട്ട്, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതൊരു വലിയ പ്രാർത്ഥന തന്നെയാണ്. ആമേൻ.